ശരീരം ഇല്ലാത്ത അവസ്ഥയുണ്ടാകുമ്പോൾ സ്വാഭാവികമായും എല്ലാ ജീവനും ഈ നദിയിലേക്ക് നീങ്ങുന്നു. നദി എന്ന് പറയുന്നത് ഒരു ഊർജ്ജപ്രവാഹമാണ്. നിങ്ങൾ കാലഭൈരവ ശാന്തി നടത്തുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അതിൻ്റെ ഗുണമുണ്ടാകും. ഒരാൾ നദിയിൽ അലിഞ്ഞു ചേരുകയാണെങ്കിൽ നിങ്ങൾ ആ ഊർജ്ജമായി മാറും. നിങ്ങളത് കടന്നു പോകുമ്പോൾ നിങ്ങൾ മറ്റൊരു ലോകത്തെത്തുന്നു. അവിടെ ജീവജാലങ്ങൾ അവരുടെ സ്വഭാവം അനുസരിച്ച് തുടരും. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നമ്മൾ ശരീരം വിട്ടുപോകുമ്പോൾ നമ്മുടെ വികാസത്തിൻ്റെ ഏത് തലത്തിലാണ് എന്നതിനനുസരിച്ചായിരിക്കും, നമ്മുടെ കവചത്തിൻ്റെ കനമനുസരിച്ചായിരിക്കും കാര്യങ്ങൾ സംഭവിക്കുന്നത്. നിങ്ങളുടെ ആ കവചത്തിന് അല്ലെങ്കിൽ ആ ഒരു കുമിളയ്ക്ക് കനം കൂടുതലാണെങ്കിൽ അത് പൊട്ടില്ല. അത് നദിയിൽ ചെന്ന് തട്ടി തിരിച്ചു വരും. എന്താണ് ഈ നദി? നദി എന്നത് ഒരു ഊർജ്ജ പ്രവാഹമാണ്. ജീവിതമെന്നോ മരണമെന്നോ പറയാനാവാത്ത തികച്ചും വ്യത്യസ്തമായ ഒരുതരം ഊർജ്ജമാണത്. ശരിയായ ഒരു വാക്കില്ലാത്തതുകൊണ്ട് നമുക്ക് പറയാം അത് നമ്മളെ രക്ഷിക്കുന്നു, നമ്മളെ ഇല്ലാതാക്കുന്നു. അതുകൊണ്ടാണ് ഭാരതീയ പാരമ്പര്യത്തിൽ ഇതിനെ വൈതരണി എന്ന് വിളിക്കുന്നത്. വൈതരണി എന്നാൽ രക്ഷക എന്നാണ് അർത്ഥം. നമ്മളെ രക്ഷിക്കുന്ന ഒന്ന്. രക്ഷിക്കുക എന്നാൽ എന്താണ്? ഇത് ശരിക്കുമുള്ള ഒരു നദിയല്ല, ഒരു ആലങ്കാരിക പ്രയോഗം മാത്രമാണെങ്കിലും അവിടെ ഒരു ഊർജ്ജ പ്രവാഹമുണ്ട്. ശരീരമില്ലാത്ത അവസ്ഥയുണ്ടാകുമ്പോൾ സ്വാഭാവികമായും എല്ലാവരും ആ നദിയിലേക്ക് നീങ്ങുന്നു. ചിലർ അതിനെ തട്ടി തിരിച്ചു വരുന്നു, ചിലർ അതിൽ മുങ്ങിപ്പോകുന്നു, ചിലർക്ക് അത് എളുപ്പത്തിൽ കടന്നു പോകാൻ സാധിക്കുന്നു, ചിലർ അതിൽ അലിഞ്ഞില്ലാതാകുന്നു. നിങ്ങൾ തിരിച്ചു വരികയാണെങ്കിൽ ഒരാൾക്ക് പുനർജന്മമുണ്ടാകും. ഒരാൾ നദിയിൽ ലയിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഊർജ്ജമായി മാറും. നിങ്ങളത് കടന്നു പോകുമ്പോൾ നിങ്ങൾ മറ്റൊരു ലോകത്തെത്തുന്നു. അവിടെ ജീവജാലങ്ങൾ അവരുടെ സ്വഭാവം അനുസരിച്ച് തുടരും. അവരുടെ ഗുണങ്ങൾ എന്താണോ, ഏറ്റവും പ്രകടമായ ഗുണം എന്താണോ അതിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ. അവർ സന്തോഷവാനായിരുന്നുവെങ്കിൽ അവർ വലിയ ആനന്ദം അനുഭവിക്കും. അവർ ദുഃഖിതനായിരുന്നുവെങ്കിൽ അവർ കൂടുതൽ ദുഃഖം അനുഭവിക്കും. ഇതിനെയാണ് സാധാരണയായി നരകമെന്നും സ്വർഗമെന്നും പറയുന്നത്. പക്ഷെ അടിസ്ഥാനപരമായി സംഭവിക്കുന്നത് വിവേചന ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഗുണങ്ങൾ അവിടെ വർദ്ധിച്ചു വരുന്നു എന്ന് മാത്രമാണ്. അതുകൊണ്ട് ആരെങ്കിലും നദി കടന്നാലോ അല്ലെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു വന്നാലോ അങ്ങനെയുള്ളവരെ നമുക്ക് സഹായിക്കാം. തിരിച്ചു വന്നവരെയോ അല്ലെങ്കിൽ നദി കടക്കാത്തവരെയോ, അങ്ങനെയുള്ളവരെ, നദി കടക്കാത്തവരെ നമുക്ക് കാലഭൈരവ കർമ്മത്തിലൂടെ സഹായിക്കാം. ഇനിയിപ്പോൾ നമുക്ക് അറിയില്ല, ചിലപ്പോൾ അവർ നദി കടന്നിട്ടുണ്ടാവാം. എന്നാലും അവരുടെ കവചത്തിൻ്റെ കനം കൊണ്ടോ അവരുടെ മനോഭാവം കൊണ്ടോ അവർ അവിടെ അസ്വസ്ഥരായിരിക്കാം. അവർക്കല്പം സമാധാനം നൽകാൻ, അവർക്ക് അല്പം ശാന്തി നൽകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവരുടെ അനാവശ്യമായ ആ ഒരു പാളി മാറ്റാൻ നാം ശ്രമിക്കുന്നു. അങ്ങനെ ആ അസ്വസ്ഥത മാറി സമാധാനം ഉണ്ടാകുന്നു. ഇതിനുവേണ്ടിയുള്ള ശ്രമമാണ് നാം നടത്തുന്നത്. അവർ ഇപ്പോൾ സമാധാനത്തിലാണെങ്കിൽ പോലും ആ ഒരു പാളി കൂടി മാറ്റാൻ നാം ശ്രമിക്കുന്നു. അങ്ങനെ അവർ ഒട്ടും ഇല്ലാതാകുന്നു. ദുഃഖം ഒരു ബന്ധനമാണെങ്കിൽ സന്തോഷവും ഒരു ബന്ധനമാണ്. നിർഭാഗ്യവശാൽ സന്തോഷം ഒരു ബന്ധനമാണെന്ന് തിരിച്ചറിയാൻ ആളുകൾ ഒരുപാട് സമയമെടുക്കും. എന്നാൽ ദുഃഖം ഒരു ബന്ധനമാണെന്ന് എളുപ്പത്തിൽ തിരിച്ചറിയാം. അതുകൊണ്ട് അവർക്കല്പം സന്തോഷം നൽകാൻ നാം ശ്രമിക്കുന്നു. പക്ഷെ നമുക്ക് ഉറപ്പില്ല, ഒരുപക്ഷേ നിങ്ങളുടെ മുത്തച്ഛനോ മറ്റാരെങ്കിലുമോ ഇതിനോടകം തന്നെ ലയിച്ചിട്ടുണ്ടാകാം. നമുക്കൊന്നും ചെയ്യാനുണ്ടാകില്ല, നിങ്ങൾക്കറിയില്ല. എന്നാലും നമ്മൾ ചെയ്യുന്നു, ഒരു കടമയെന്ന നിലയിൽ. ഒരുപക്ഷെ
അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമുണ്ടായാലോ? അത് മറ്റാർക്കെങ്കിലും ഉപകാരപ്പെടുകയും ചെയ്യാം. നോക്കൂ, ഈ ഒരു കർമ്മം ചെയ്താൽ അത് വ്യക്തിപരമായി മാത്രമല്ല ഗുണം ചെയ്യുന്നത്. കാരണം മനുഷ്യരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഋണാനുബന്ധനമുണ്ട്. നിങ്ങളുടെ മുത്തശ്ശനു വേണ്ടി നിങ്ങൾ കാലഭൈരവ ശാന്തി ചെയ്യുന്നുവെന്നു കരുതുക. അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമില്ലായിരിക്കും. അദ്ദേഹം ഇല്ലാതായിട്ടുണ്ടാകാം. നിങ്ങൾ ശ്രദ്ധിക്കാത്ത അദ്ദേഹത്തിൻ്റെ സഹോദരന് ഒരുപക്ഷെ അതിൻ്റെ ഗുണം ലഭിച്ചേക്കാം. ആ ഋണാനുബന്ധനമുള്ള ആർക്കും അതിൻ്റെ സഹായം ലഭിക്കാം. നിങ്ങളുടെ ബന്ധുവല്ലാത്ത ഒരാൾക്ക് പോലും അതിൻ്റെ ഗുണം ലഭിച്ചേക്കാം. അതുകൊണ്ടാണ് കാലഭൈരവ ശാന്തി ചെയ്യുക എന്നത് നമ്മുടെ ഒരു സംസ്കാരമായി നിലനിർത്തിയിരിക്കുന്നത്. അപ്പോൾ ശാന്തി ചെയ്യുന്നത് സഹായം ആവശ്യമുള്ളവർക്ക് അത് ലഭ്യമാക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ്. നമ്മളത് നൽകുകയാണ്. നമ്മുടെ പിതൃക്കൾക്കോ പൂർവികർക്കോ മുത്തശ്ശനോ അച്ഛനോ അമ്മയ്ക്കോ അങ്ങനെ ആർക്കെങ്കിലും. നിങ്ങളുടെ പിതൃക്കൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നത് പ്രശ്നമല്ല. നമുക്കറിയില്ല. അവർ ലയിച്ചിട്ടുണ്ടാകാം, അവർ മുക്തി നേടിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ തിരിച്ചു വന്ന് പുനർജനിച്ചിട്ടുണ്ടാകാം. എന്തു തന്നെയായാലും നാം അത് തുടരുന്നു. അപ്പോൾ ബന്ധപ്പെട്ട എല്ലാവർക്കും അതിൻ്റെ ഗുണം ലഭിക്കും. പിതൃപക്ഷം എന്നാൽ അച്ഛനോ മുത്തച്ഛനോ മാത്രമല്ല. നമ്മുടെ നിലനിൽപ്പിന് കാരണമായി എല്ലാവരും നമ്മളുടെ പിതൃക്കളാണ്. അവരുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഗുണം ലഭിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു. അവരെ നമുക്ക് ഇഷ്ടമാണോ അല്ലയോ, അവരെ അറിയുമോ ഇല്ലയോ എന്നൊന്നും പ്രശ്നമല്ല. ഈ ആളുകൾക്കെല്ലാം വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നാം ചെയ്യുന്നു.